പയ്യന്നൂരിന്റെ ജനകീയ MLA വി കുഞ്ഞികൃഷ്ണനാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. സ്വാഗതം. അപ്പോൾ താങ്കൾ ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണ് പയ്യന്നൂരിൽ ഒരുക്കിയത്. അപ്പോൾ ആ ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അങ്ങനെയാണ് താങ്കൾ മത്സരിക്കാനിടയായത്. അപ്പോൾ ആ പോരാട്ടം എങ്ങനെയാണ്, ജനങ്ങളെ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ സ്ഥാനാർത്ഥിത്വം എൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്, അതല്ലാതെ ജയിക്കാനായിരുന്നില്ല എന്ന്. അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് LDF ഈ മണ്ഡലത്തിൽ ജയിച്ചത്. അപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,50,000 വോട്ട് അട്ടിമറിച്ചൊരു വിജയം കൈവരിക്കുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ജയിക്കാനല്ല മത്സരിച്ചത് എന്ന് പറയാൻ കാരണം. ഭൂരിപക്ഷം കുറക്കാൻ സാധിച്ചാൽ അത്രത്തോളം എൻ്റെ പോരാട്ടത്തിൻ്റെ വിജയം എന്ന് മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ. ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി എന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാകും എന്ന ഉറപ്പാണ് അവർക്ക് നൽകാനുള്ളത്. ആ ഒരു പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കുറച്ച് കാലമായി ഇപ്പോൾ ഒരു MLA സ്ഥാനത്തെത്തി, ഒരു ജനപ്രതിനിധി പോലും ആയിരുന്നില്ല താങ്കൾ. അപ്പോൾ ആ ഒരാളിപ്പോൾ പയ്യന്നൂരിൻ്റെ ഒരു ജനങ്ങളെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പ്രവർത്തനം ഇത്രയും ചെറിയൊരു കാലയളവിൽ എങ്ങനെയാണ് ആ പ്രവർത്തനത്തിനെ വിലയിരുത്തുന്നത്? അല്ല, ജനപ്രതിനിധി എന്ന നിലയിൽ മുൻ അനുഭവങ്ങളൊന്നുമില്ലെങ്കിലും കഴിഞ്ഞ 50 വർഷമായി CPM-നകത്ത് പാർട്ടി മെമ്പർ എന്ന നിലയിലും അതിൻ്റെ ഉയർന്ന ഘടകങ്ങളിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. ആ അനുഭവ സമ്പത്ത് ഈ ജനകീയ സമരവേദികളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യും. കാരണം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഒട്ടേറെ നിവേദനങ്ങളും പരാതികളും ഒക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞാനിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ബജറ്റ് പുതുക്കാൻ കേരളത്തിലെ പുതിയ ഗവൺമെൻറ് സന്നദ്ധമായി. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പൂർണ്ണ ബജറ്റല്ല സഭയിൽ അവതരിപ്പിച്ചത്. കാരണം പൂർണ്ണ ബജറ്റ് കഴിഞ്ഞ ജനുവരി മാസം LDF സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമസഭ അത് പാസ്സാക്കിയതാണ്. ഗവൺമെൻറ് മാറി വന്ന സാഹചര്യത്തിൽ ആ ബജറ്റിൽ അല്ലറച്ചില്ലറ മാറ്റങ്ങൾ വരുത്താനേ അവർക്ക് സാധിക്കും. ആ നിലയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ബജറ്റിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കാനും സന്നദ്ധമായിട്ടുണ്ട്. അത് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ഇനി മുന്നോട്ട് പോവുക എന്നതാണ്. അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രദ്ധ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് എന്നത് പയ്യന്നൂരുകാരുടെ ഒരു 30 വർഷത്തോളമായിട്ടുള്ള ഒരു ആഗ്രഹവും അതുപോലെ ഒരു ആവശ്യമാണ്. അപ്പോൾ അത് ഇതുവരെയും സാധിച്ചിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് ആ ഒരു പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളത്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ബജറ്റിൽ അതിന് ഫണ്ട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അത് ഏത് ഫണ്ടാണ്, ഏത് സ്കീമാണെന്നുള്ളത്? സാധാരണ നിലയിൽ ബസ് സ്റ്റാൻഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാർ പണം ചെലവഴിക്കാറില്ല. പക്ഷേ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിന് ചുറ്റുമായി കറങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും അത് ഒച്ചിഴയുന്ന വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നത് പയ്യന്നൂരിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്.
അപ്പോൾ ആഗ്രഹം എത്ര കാലം കഴിഞ്ഞാലാണ് പൂർത്തീകരിക്കാൻ നഗരസഭക്കാകുക എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് എങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭ്യമാക്കാൻ സാധിക്കും എന്ന ഒരു ആലോചനയാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സംസ്ഥാന സർക്കാരിനത് ഫണ്ട് അനുവദിക്കാൻ സാധിക്കില്ലെങ്കിലും ഒട്ടേറെ കേന്ദ്ര ഫണ്ടുകൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ട്. ആ കേന്ദ്ര ഫണ്ടുകളിൽ ചിലത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കും എന്ന നിലയിലുള്ള ഉപദേശം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം അത് വെച്ചാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന വേളയിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യം ഞാൻ ധനകാര്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ നിലയിൽ തന്നെ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സന്നദ്ധമായിട്ടുണ്ട്. അപ്പോൾ അത് ഫണ്ട് ലഭിക്കുന്ന മുറക്ക് അത് അനുവദിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് വന്നതുകൊണ്ട് മാത്രം പയ്യന്നൂരിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല. പയ്യന്നൂരിലൊരു നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടി വരിക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പൂർണ്ണമായും നമുക്ക് ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. മുമ്പ് നാവൽ അക്കാഡമി ഒരു ഏഴിമല ഭാഗമണ്ഡലം റോഡിനെ സംബന്ധിച്ച് ഒരു വിഷയം മുന്നോട്ട് വെക്കുകയും ഏഴിമല മുതൽ ഹൈവേ വരെ ഒരു പുതിയ റോഡ് അലൈൻമെൻ്റ് വരെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രപ്പോസൽ നേരത്തെ ഉണ്ടായിരുന്നു. അതീ പറയുന്ന ബസ് സ്റ്റാൻഡിന് സമീപത്തോടു കൂടിയാണ് കടന്നു പോകാൻ അന്ന് ലക്ഷ്യമിട്ടിരുന്നത്. അപ്പം അത് പിന്നീട് നാവി ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹൈവേയിലേക്ക് പോകാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരു റോഡിൻ്റെ പ്രശ്നവും, റോഡ് വരുമ്പോൾ പുതിയ പാലം വേണം എന്ന് മാത്രമല്ല, ഇന്ന് നിലവിലുള്ള പെരുമ്പ പാലം തന്നെ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ പാലം അത്യാവശ്യമാണ്. ആ നിലയിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഒരു പുതിയ റോഡും പാലവും എന്ന നിലയിലുള്ള ഒരു നിർദ്ദേശം വെച്ചു. അതും ബജറ്റിൻ്റെ ഭാഗമായി അംഗീകരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായും മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പെരുമ്പ ചെറിയ തോടിന് ഒരു പാലത്തിന് ഇതിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിന് വകയിരുത്തിയിട്ടുണ്ട്. പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് തുക വകയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ 5 കോടി രൂപ റോഡ് പാലവും 1.5 കോടി രൂപ ചെറിയ തോടിനുള്ള പാലവും എന്ന രീതിയിൽ 6.5 കോടി രൂപ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റോഡിൻ്റെ അലൈൻമെൻറ്റൊക്കെ തയ്യാറാക്കി ആ നിലയിൽ അതുമായി മുന്നോട്ട് പോകണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പയ്യന്നൂരിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുമായും സംഘടനകളുമായും തദ്ദേശ ഭരണാധികാരികളുമായും എല്ലാം ചർച്ച ചെയ്ത് ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറെ വൈകാതെ തന്നെ തദ്ദേശ ഭരണാധികാരികളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസം തന്നെ ഒരു വികസന സെമിനാർ സംഘടിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു കരട് വികസന രേഖ തയ്യാറാക്കി അവതരിപ്പിക്കാനും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഒരു വികസന രേഖയ്ക്ക് അന്തിമ രൂപം നൽകാനും അതോടൊപ്പം തന്നെ അതിന് പ്രയോറിറ്റി നിശ്ചയിക്കാനും അത് വളരെ പ്രധാനമാണ്. കാരണം ഏതാണ് ആദ്യം നടപ്പാക്കേണ്ടത്, ഒരല്പം വൈകിയാലും കുഴപ്പമില്ലാത്ത പദ്ധതികൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച് എല്ലാം ഒന്നിച്ച് നടപ്പാക്കാൻ കഴിയുന്നതല്ലല്ലോ. അപ്പോൾ അതിന് ഒരു പ്രയോറിറ്റി നിശ്ചയിച്ച് അത് നടപ്പാക്കിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 കാര്യങ്ങളും തദ്ദേശ ഭരണാധികാരികളുടെ യോഗം വളരെ പെട്ടെന്ന് ഇപ്പം വിളിച്ചു ചേർക്കും. ഈ മാസം തന്നെ ഈ വികസന സെമിനാറും നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. സമഗ്രമായ ഒരു പുരോഗതിക്ക് വേണ്ടിയുള്ള ആലോചനയാണ് നടത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വികസന പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധമാകും
എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഭരണകർത്താക്കളും അതിന് തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അതുപോലെ ഇപ്പം ബജറ്റിൽ പിന്നെ നമ്മളെ പയ്യന്നൂരിന് വേണ്ടി ഇത്രയും ഫണ്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ അതിന് ആരോപണവുമായി രംഗത്തെത്തുകയുണ്ടായി. അപ്പോൾ ഒരുപാട് പദ്ധതികൾ പിന്നെ പ്രഖ്യാപിച്ചെങ്കിലും ഏതൊക്കെയാണെന്ന് ഒരു ക്ലാരിറ്റി ഇല്ല. അതുപോലെ ഈ പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെത് ഏത് സ്കീമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനോട് എന്താണ് പറയാനുള്ളത്? ചെയർമാൻ മാത്രമല്ല, ഞാൻ ഈ പയ്യന്നൂരിന് ബജറ്റിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പിറ്റേ ദിവസം തന്നെ ഒരു മാധ്യമ സമ്മേളനം പയ്യന്നൂരിൽ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ അന്ന് ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 1500ഓളം പേജ് വരുന്ന പുസ്തകത്തിൽ പലയിടത്തുമായിട്ടാണ്. ഒരു മണ്ഡലത്തിൻ്റെ ഒന്നിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് പരിധിയെടുക്കണം. അപ്പോൾ അത് അവതരിപ്പിച്ച ദിവസം തന്നെയാണ് ഞാൻ പയ്യന്നൂരിലേക്ക് വണ്ടി കയറുന്നത്. അതിനിടയിൽ കിട്ടിയ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. ഒരു 10-22ഓളം കാര്യങ്ങളാണ് അന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ 33 പദ്ധതികൾ പയ്യന്നൂർ മണ്ഡലത്തിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പം അന്നുള്ളത് മാത്രമല്ല, അപ്പോൾ 31 കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ഞാൻ ഈ മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത UDF MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ്. അതാണ് അവർ ഉപയോഗിച്ച വാചകം. അപ്പോൾ ഒന്ന് എന്നെ UDF ആക്കാനുള്ള ശ്രമം, UDFൻ്റെ പിന്തുണയോടുകൂടിയാണ് ഞാൻ ജയിച്ചത് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അതെല്ലായിടത്തും ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്നതും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ആ നിലയിൽ തന്നെയാണ്. അപ്പോൾ UDFൻ്റെ പിന്തുണയോടുകൂടി ഉള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. പക്ഷേ ദേശാഭിമാനി പത്രവും CPM-ഉം UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ UDF ആക്കാൻ എന്തിനാണ് ഇത്ര വലിയ വ്യഗ്രത ഇവർ പ്രകടിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത UDF MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ്. അതിനുശേഷമാണ് ചെയർമാൻ്റെ ഒരു ബൈറ്റ് കാണാനിടയായത്. ഇതിൽ ഇനി രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നറിയില്ല. നഗരസഭയ്ക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താനല്ലല്ലോ ഒരു ഭരണാധികാരി സാധാരണ നിലയിൽ ശ്രമിക്കുക. അപ്പം അത് ഏത് പദ്ധതി ഏത് ഫണ്ട് എന്നതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെൻറ് അതിൽ പ്രഖ്യാപിച്ചു, ആ ഫണ്ട് നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നതാണ്. ഇതിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം MLA-യുമായി സഹകരിക്കാനുള്ള ഒരു വിമുഖത തുടക്കത്തിൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പടിപടിയായി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആദ്യത്തെ താലൂക്ക് തല വികസന സമിതി അതിൽ പലരും പങ്കെടുത്തില്ല. ഇന്ന് രണ്ടാമത്തെ വികസന സമിതി യോഗം ചേർന്നിരുന്നു. ഇന്ന് മിക്കവാറും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ MLA-യുടെ സഹായം കൂടിയേ തീരൂ. കൂട്ടായ പരിശ്രമം. ഇനി അതല്ല, LDF ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ MLA-യുടെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് നേരിട്ട് ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി നേടിയെടുക്കാൻ കഴിയും. ഇപ്പം അതല്ലല്ലോ. ഇപ്പം UDF ആണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ UDFൻ്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര MLA ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ MLA-യുടെ സഹായമില്ലാതെ തദ്ദേശ ഭരണാധികാരികൾക്ക് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത് നേടിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ആ ബോധ്യം അവർക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത് പടിപടിയായി അതിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ അവർ
മാറിയാൽ അവർക്ക് നല്ലത് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ചെറിയ മാറ്റം അവരിൽ കാണുന്നുണ്ട്. അപ്പം അത് തുടർന്ന് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒളിയത്ത് കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിനാണ് ഏറ്റവും കൂടുതൽ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതി ചില പരിസ്ഥിതി സ്നേഹികൾ അതിന് എതിരെയും അത് നന്നാവുമെന്നും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്? അത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വിശദമായ ചർച്ച ആവശ്യമാണ്. അപ്പം ചർച്ച നടത്തി ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട്. അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെ പൂർണ്ണമായി തിരസ്കരിക്കുക എന്ന ഒരു സമീപനമല്ല ഞാൻ സ്വീകരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ അത്തരം ആളുകളെ ബോധ്യപ്പെടുത്തി നമുക്ക് ചെയ്യിക്കാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. അവർ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ഏതൊക്കെ, എത്രത്തോളം എന്നതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും 80 കോടി രൂപ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയ തുക തന്നെയാണ്. അപ്പോൾ അത് ഈ റെഗുലേറ്റർ മാത്രമല്ല, പാലവും കൂടി ഉൾപ്പെട്ടതാണ്. അപ്പോൾ അത് നടപ്പാക്കുക എന്നത് ജനങ്ങൾക്ക് കുറേയേറെ സഹായകമാകുന്നൊരു പദ്ധതിയാണ്. പിന്നെ അതിൽ പറഞ്ഞു വരുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഈ പുഴക്ക് ഇപ്പോൾ പാടിക്കടവിനിപ്പുറം 4 പാലങ്ങൾ ഇതോടുകൂടി വരികയാണ്. പാടിയിൽ വരുന്നു, അതുപോലെ തന്നെ അതിനിപ്പുറത്ത് കാരയിൽ പിന്നെ ഒരു പാലം, അപ്പം അതിനിപ്പുറത്ത് പിന്നെ തട്ടാർകടവ് പാലം, അതുപോലെ തന്നെ തെൽച്ചാലം പാലം, ഇത് 4ാമത്തെ പാലമാണ്. അപ്പോൾ ഒളവറ പാലത്തിനും ഈ പിന്നെ പാലത്തര പാലത്തിനും ഇടയിൽ 4 പാലങ്ങൾ വരികയാണ്. അപ്പോൾ ഇത്രയും പാലങ്ങൾ വേണമെന്നുള്ള സംശയം ചില ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ കൂടി ഉപ്പുവെള്ളം കയറും എന്ന നിലയിലുള്ള വാദം പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിശദമായൊരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അപ്പം അതിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പം അതിന് MLA എന്നുള്ള രീതിയിൽ ഞാൻ മുൻകൈ എടുക്കും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും പദ്ധതി ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. ഇവിടെ ഈ ബ്രിഡ്ജ് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർക്കുന്ന ആളുകൾ നേരത്തെ ഈ റെഗുലേറ്റർ ഉണ്ടായ സ്ഥലത്ത് തന്നെ അത് സ്ഥാപിച്ചാൽ അത്രത്തോളം മറ്റ് പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന വാദഗതി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതെ, ഇപ്പോൾ കുണിയൻ അതുപോലെയുള്ള പ്രദേശങ്ങളിലെ കർഷകരുടെയും അതുപോലെ ദൈനംദിന ആവശ്യത്തിന് കിണറിലെ വെള്ളം പോലും ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായാൽ അതൊക്കെ ഒഴിവാവും എന്നുള്ളതും അതിലൊരു പോസിറ്റീവാണ്. തീർച്ചയായും ഇത് കരിവള്ളൂർ, കുണിയൻ, അതുപോലെ തന്നെ പാലത്തര അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കാൻ, ഈ തലച്ചാലം അണക്കെട്ട് തകർന്നതിനെ തുടർന്നാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉപ്പുവെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ അത് പുനഃസ്ഥാപിച്ചാൽ ഇത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ സ്ഥാപിക്കാൻ കഴിയുമോ? അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ആവശ്യം നടക്കില്ല. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് വിശദമായി ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കാം എന്ന് മാത്രമേ പറയാം. അപ്പോൾ നമ്മുടെ പയ്യന്നൂരിന് വേണ്ടി ഒരു ബജറ്റിൽ ഇത്രയും ഒരു ഫണ്ട് 150 കോടിയിൽ പരം ഫണ്ടാണ് നമ്മുടെ ബജറ്റിൽ പാസ്സായിട്ടുള്ളത്. അത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് പയ്യന്നൂരിൻ്റെ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച താങ്കൾക്ക് കിട്ടിയ ഒരു ആദ്യ പരിഗണനയായിട്ടാണോ, പ്രത്യേക പരിഗണനയായിട്ടാണോ ഇത് കാണേണ്ടത്? 163 കോടി രൂപയുടെ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പയ്യന്നൂരിന് ലഭിച്ച ഒരംഗീകാരം എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ 20% മാറ്റിവെച്ച പദ്ധതികൾ 7 പദ്ധതികളുണ്ട്. ബാക്കി എല്ലാത്തിനും ടോക്കൺ എമൗണ്ടാണ് വെച്ചിട്ടുള്ളത്. ടോക്കൺ എമൗണ്ട് വെച്ച പദ്ധതികളും
നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. അതൊക്കെ മുൻകാലങ്ങളിൽ ആ നിലയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പദ്ധതികളിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന എല്ലാ പദ്ധതികളും നടപ്പാക്കാനുള്ള ഒരു മുൻകൈ പ്രവർത്തനം MLA എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പയ്യന്നൂരിനെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതിന് കേരളത്തിലെ പുതിയ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ഇപ്പോൾ സന്നദ്ധമായിട്ടുണ്ട് എന്നാണ് ഈ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ബജറ്റിൽ പിന്നെ താങ്കൾ പ്രത്യേകം പരാമർശിച്ച ഒരു കാര്യമാണ് ഖാദി തൊഴിലാളികളുടെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എങ്ങനെയാണ് സാധിക്കുക? ഖാദി തൊഴിലാളികളെ മാത്രമല്ല, കൈത്തറി തൊഴിലാളികളുടെ വിഷയം ഞാൻ ഉന്നയിച്ചിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് ഉന്നയിച്ചിരുന്നു. ഇതുപോലുള്ള ചില വിഷയങ്ങളെല്ലാം ഞാൻ ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ ഏറ്റവും തുച്ഛമായ കൂലി ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ഖാദി തൊഴിലാളികൾ. ഇടക്കാലത്തിൽ ചെറിയൊരു മാറ്റം വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ തുച്ഛമായ കൂലിയാണെന്ന് മാത്രമല്ല, ജോലി ചെയ്താൽ തന്നെ ആ കൂലി കൃത്യമായി അവർക്ക് ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. കൃത്യമായി ജോലി തന്നെ ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഖാദി തൊഴിലാളികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇവിടെ തന്നെ പയ്യന്നൂർ ഖാദി കേന്ദ്രം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒട്ടേറെ പരിമിതികളെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചില നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. സ്ലൈവർ കിട്ടാത്തത് സംബന്ധിച്ച് ഖാദി തൊഴിലാളികൾ നൂല് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അത് എത്തിക്കാനുള്ള വാഹന സൗകര്യമില്ല. അതുകൊണ്ട് MLA ഫണ്ട് ഉപയോഗിച്ച് ഒരു വാഹനം വാങ്ങിത്തരണം എന്ന രീതിയിലുള്ള ആവശ്യം അവർ MLAയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ അത് എല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ചർച്ചയുടെ ഭാഗമായി നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പം അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും എന്നതാണ്. ഏതായാലും ഇങ്ങനെയൊരു വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്താൻ സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൈത്തറി മേഖലയിലും കൂലിയുടെ വിഷയം, അവരിപ്പോൾ മിക്കവാറും യൂണിഫോം തുണിത്തരങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് സർക്കാർ വർഷത്തിൽ ഒരു തവണയാണ് ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ അതിനുള്ള കാശ് കൊടുക്കുന്നുള്ളൂ. തന്നെ ചിലപ്പോൾ പൂർണ്ണമായി കൊടുക്കുന്നില്ല. അപ്പോൾ ആ സന്ദർഭത്തിലാണ് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു വർഷക്കാലം പണിയെടുത്താൽ കൂലി കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു നിലയിലേക്ക്, അതുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കും എന്നതൊരു വിഷയമാണ്. അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് അതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, സഹകരണ ജീവനക്കാരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ സർക്കാർ പരിശോധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അപ്പം അതിനുകൂടി പരിഹാരം കണ്ടുവേണം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണവും വരുന്നുണ്ട്. ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും എന്നതാണ് ആലോചിക്കേണ്ടുന്ന വിഷയം. അടുത്തതിപ്പോൾ നമ്മുടെ രാമന്തളി എന്ന് പറയുന്ന പ്രദേശം വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഏഴിമല ടോപ്പ് റോഡിൽ ഒരുപാട് കൈവരികളുടെ ഒരു അഭാവം, ഒരുപാട് താഴ്ചയുള്ള സ്ഥലങ്ങളും അതുപോലെ ഈ കല്ലെടുത്ത കുഴികളും വെള്ളം നിറഞ്ഞൊരവസ്ഥയാണ് അവിടെ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ എട്ടിക്കുളം ബീച്ചിൽ പ്രാഥമിക സൗകര്യത്തിന് പോലുള്ള ഒരു കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വികസനത്തിന് ഇപ്പം ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? ഈ രാമന്തളി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒട്ടേറെ ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. ഏഴിമല ടോപ്പ് റോഡിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ടോപ്പ് റോഡിന് ഇത്തവണ 14 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്താൻ സന്നദ്ധമായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ പറഞ്ഞ പരിമിതികൾക്ക് ഒക്കെ പരിഹാരം കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എട്ടിക്കുളം ബീച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിന് ഏതാണ്ട് 3 കോടി രൂപ ഈ ബഡ്ജറ്റിൽ
ഉൾക്കൊള്ളിക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും പിന്നീട് നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. തുക തികയാതെ വരുന്നുണ്ട് എങ്കിൽ പിന്നീട് നമുക്ക് അനുവദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ആ നിലയിലെല്ലാം പരമാവധി ഗവൺമെൻറ്റിൽ നിന്ന് സഹായം നേടിയെടുക്കാനും ഈ രാമന്തളി പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാനും സാധിക്കത്തക്ക രീതിയിൽ ഇടപെടൽ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. നേരത്തെ രാമന്തളി വടക്കമ്പാട് ഗവൺമെൻറ് മാപ്പിള സ്കൂൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നേരത്തെയുള്ള MLA അവരോട് പറഞ്ഞു, നിങ്ങൾ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സർക്കാരിനെടുത്ത് നൽകുകയാണ് എങ്കിൽ സ്വന്തമായ കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറ്റാം എന്ന് പറഞ്ഞു എന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ വടക്കമ്പാട് ജനങ്ങൾ കാശുണ്ടാക്കി സ്ഥലം വാങ്ങി സർക്കാരിന് കൈമാറി. അവിടെ കഴിഞ്ഞ തവണ തന്നെ കെട്ടിടം നിർമ്മിക്കാൻ പണം പാസ്സാക്കിയിട്ടുണ്ട് ബജറ്റിൽ എന്ന നിലയിൽ അവരോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ബജറ്റ് പരിശോധിച്ചപ്പോൾ അതിനുവേണ്ടി ഒരു സംഖ്യയും ബജറ്റിൽ നീക്കിവെച്ചിരുന്നില്ല എന്നതാണ് കാണാൻ സാധിച്ചത്. അതിന് മുമ്പത്തെ വർഷം നീക്കിവെച്ചിരുന്നു, അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ ബജറ്റ് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു വിഷയം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാൻ പ്രത്യേകമായി മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ എഴുതി കൊടുത്ത് ബജറ്റ് ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ ഈ കാര്യം കൂടി ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതായി മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുൾപ്പെടെ ബജറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നതാണ്. ഇതുപോലെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ പരിഹരിക്കാൻ ഉള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഉദാഹരണമാണ് വടക്കമ്പാട് സ്കൂളിൻ്റെ കാര്യം. അതുപോലെ രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്കൂളിന്റെ കാര്യം ഞാനിപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രാമന്തളി സെൻറ്ററിൽ തന്നെ പ്രവർത്തിക്കുന്ന രാമന്തളി LP സ്കൂളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അവിടെ വിരലിലെണ്ണാവുന്നത്രയും കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. അവർക്ക് സ്വന്തമായ ഒരു ബിൽഡിംഗ് ഇല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് ആ സ്കൂൾ. അതുപോലെ പ്രാദേശികമായി അവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അന്യഭാഷ സംസാരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു സ്കൂളിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. തീർച്ചയായും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താം. പക്ഷെ അവിടെ പഞ്ചായത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും ഭാഗത്ത് നിന്നുള്ള മുൻകൈ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വടക്കുംപാട് അവിടുത്തെ ജനങ്ങൾ സ്ഥലം വാങ്ങി സർക്കാരിന് കൈമാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമായത്. അപ്പോൾ അപൂർവം ചിലയിടത്ത് സ്ഥലം വാങ്ങുന്നതിൽ ഉൾപ്പെടെ ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കുന്നതായി ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അത്രത്തോളം സമ്മർദ്ദവും അതുപോലെ തന്നെ പ്രത്യേകതയും ഒക്കെയുള്ള പ്രദേശങ്ങളിലാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പൊതുവേ ഗവൺമെൻറ് നയം സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്നതിൽ നിന്നും പിറകോട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പം അതുകൊണ്ട് രാമന്തളിയിലെ ജനങ്ങളെല്ലാം യോജിച്ചുകൊണ്ട് ഈ സ്കൂള് മാറ്റുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തിയാൽ നിർബന്ധമായും അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് സർക്കാരിൽ നിന്ന് അനുവദിപ്പിക്കാൻ സാധിക്കും. അപ്പം അതിനുള്ള ഇടപെടൽ MLA എന്ന രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അപ്പം അതിന് മുൻകൈ എടുക്കേണ്ടത് അവിടുത്തെ പഞ്ചായത്തും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും എല്ലാം ചേർന്നാണ്. അത് വന്നാൽ നമുക്ക് ആ കാര്യങ്ങൾ പരിഹരിക്കാനും സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു MLA പദവി അധികം ഉപയോഗിക്കാതെ സാധാരണ ജനങ്ങളിൽ ഒരാളായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു MLA ഒരു പദവി പകിട്ട് വേണ്ട എന്ന് തോന്നുന്നത്? ഞാൻ എല്ലാ കാലത്തും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ കുടുംബം എന്ന് പറയുന്ന ഒരു ദരിദ്ര കർഷക കുടുംബമാണ് പഴയ കാലത്ത്. പിന്നീട് ചിലർക്ക് ജോലിയും വരുമാനവും ഒക്കെ ആയപ്പോൾ ഒരല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ആ കണ്ടു വളർന്ന ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതവും ചിട്ടപ്പെടുത്തിയത്. എനിക്ക് ജോലിയും വരുമാനവും ഉണ്ടായപ്പോഴും വല്ലാത്ത രീതിയിൽ പണം ചെലവഴിക്കുന്ന ഒരു ശീലം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജനങ്ങൾ, അവരുടെ ജീവിതം, അതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നത്. അവർക്കിടയിലാണ് നമ്മൾ ജീവിച്ചു വന്നത്.
അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടൊരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ സാധാരണ ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, ഞാൻ പഠനമൊക്കെ നിർത്തി തൊഴിൽ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇടക്കാലത്ത് ഒരു ചെറിയ കാലം വീട് തൊഴിലാളിയായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഈ പഠനം കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ബീഡി കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ അണ്ടർപാസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൊരു ബീഡി കമ്പനി, ദിനേശ് ബീഡി സ്ഥാപനം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് മറ്റൊരു ബീഡി സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി ദിവസേന പത്രം വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ബീഡി തൊഴിലാളികളുമായി നേരത്തെ ആ തൊഴിൽ ചെയ്യുമ്പോഴുള്ള ബന്ധം മാത്രമല്ല, പിന്നീടും ആ നിലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. വെള്ളൂരിൽ നിന്ന് പയ്യന്നൂരിൽ വന്ന് പയ്യന്നൂർ തെരുവിൽ പോയി നെയ്ത്ത് തൊഴിലാളിയായി ഏതാണ്ട് 3 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. നെയ്ത്ത് തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പയ്യന്നൂരിൽ നിന്ന് നടന്നു വേണം പയ്യന്നൂർ തെരുവിലേക്ക് പോകാൻ. അപ്പോൾ ആ നിലയിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം അതുകൊണ്ട് അല്ല, ഖാദി ഞാൻ അതിൻ്റെ യൂണിയൻ്റെ ഭാരവാഹിയായി ദീർഘകാലം ഉണ്ടായിരുന്നു. അവിടുത്തെ ഈ വീവിങ്, അതുപോലെ തന്നെ സ്പിന്നിങ് ഇൻസ്ട്രക്ടർമാരുടെ ഒരു സംഘടന, അപ്പം അതിൻ്റെ പ്രസിഡൻ്റായി ദീർഘകാലം ഞാൻ പ്രവർത്തിച്ചിരുന്നു. ആ കാലം മുതലാണ് ഖാദി ഉപയോഗിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായത്. അപ്പോൾ ഈ ഒരു ശീലം, ഞാൻ ഈ ജനങ്ങളുടെ ഭാഗമാണ്, ഈ ജനങ്ങളിൽ നിന്ന് ഞാൻ അന്യനല്ല എന്ന ബോധമാണ് എന്നെ നയിച്ചു കൊണ്ടിരുന്നത്. അതിപ്പോഴും ഞാൻ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലാവിഷായി പണം ചെലവഴിക്കുന്ന ഒരു രീതിയോ അതുപോലെ തന്നെ ആഡംബരമായി ജീവിക്കുന്ന ഒരു രീതിയോ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ സാധാരണ സ്ലീപ്പർ കോച്ചിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകാറുള്ളത്. MLA ആയതിനു ശേഷം പലരും ചോദിച്ചിട്ടുണ്ട്, സുരക്ഷാ ഭീഷണി ഉൾപ്പെടെയുള്ളതാണ്, നിങ്ങൾക്ക് പിന്നെ AC പോയിക്കൂടെ, പിന്നെ എന്തിനാ ഇതിൽ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ കൂടെ യാത്ര ചെയ്യുന്നതാണ് കുറെ കൂടി രസകരം എന്ന് തോന്നിയത് കൊണ്ടാണ് ആ നിലയിൽ. മറ്റ് പോകാൻ സാധിക്കാത്തത് കൊണ്ടല്ല, അതിനുള്ള വരുമാനമില്ലാത്തത് കൊണ്ടുമല്ല. പക്ഷേ ഒരു സാധാരണക്കാരനായി എല്ലാ കാലത്തും പോകാൻ കഴിയണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. അപ്പം ആ നിലയിലുള്ള ഒരു സമീപനമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ MLA ആയതിനു ശേഷം നമ്മുടെ പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് ചെറുമുഴ മുതൽ ഇങ്ങോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, അത് രാവിലെ ഇപ്പോൾ 9 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടും. എന്നെ അന്വേഷിച്ച് വരുന്ന മുഴുവൻ ആളുകളോടും രാവിലെ 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തിയാൽ കാണാം. പിന്നീട് എപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാനൊരു വഴിക്ക് പോയാൽ എപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തുക എന്നത് മുൻകൂട്ടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴുള്ള സമയത്തിൽ പല പരിപാടികളും തീരുമാനിക്കുന്ന പരിപാടികളുണ്ട്. അതിന് പുറമെ എത്രയോ മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു MLA എന്ന രീതിയിൽ അത്തരം വീടുകളിൽ സാന്നിധ്യമുണ്ടാകുക എന്നത് ആ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പരമാവധി എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിയില്ല. അതുപോലെ തന്നെ വിവാഹ വീടുകൾ, അതുപോലെ ഗൃഹപ്രവേശന വീടുകൾ, ഇതുപോലുള്ളിടത്തുനിന്നും ക്ഷണിക്കുന്നുണ്ട്. അവിടെയും എത്തിപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതും 100% സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വൈകുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെതായ ശാരീരിക ക്ഷീണവും ചെറിയ നിലയിലുണ്ട്. പക്ഷേ അതൊന്നും വകവെക്കാറില്ല. MLA ഓഫീസ് പിന്നെ ഒട്ടേറെ ശ്രമം നടത്തി. അത് ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല. അത് ലഭ്യമാകാതിരിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ ചില കോണുകളിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഈ ബൈപ്പാസ് റോഡ് പെരുമ്പയിൽ നാഷണൽ ഹൈവേക്ക് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ജമാഅത്തിൻ്റെ ലത്തീഫിയ സ്കൂളിൻ്റെ അവരുടെ തന്നെ ജമാഅത്തിൻ്റെ കെട്ടിടത്തിൽ 3 മുറികൾ ചേർന്ന് ഒരു ഓഫീസ് സംവിധാനം ഇപ്പോൾ തയ്യാറായി വരുന്നുണ്ട്. അത് അടുത്ത ശനിയാഴ്ച, ഇന്ന് ശനിയാഴ്ചയാണ്, അടുത്ത ശനിയാഴ്ച 11-ാം തീയതി വൈകുന്നേരം കേരളത്തിലെ വൈദ്യുതി മന്ത്രി ഉദ്ഘാടനം ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ 11-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് MLA ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കും എന്നുകൂടി
ഇതിൻ്റെ ഭാഗമായി ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ നാടാകെ ഒരു ഫുട്ബോൾ ലഹരിയിലാണുള്ളത്. അപ്പോൾ കുഞ്ഞികൃഷ്ണേട്ടൻ ഒരു കായിക പ്രേമി ആണോ? എങ്ങനെയാണ്? ഏത് ടീമിനെയാണ് പിന്തുണക്കുന്നത്? അങ്ങനെ ഒരു നില എൻ്റെ ഭാഗത്തു നിന്നില്ല. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കളി എന്ന് പറയുന്നത് ഫുട്ബോളും വോളിബോളുമാണ്. ഇപ്പോൾ ക്രിക്കറ്റിലാണ് പലർക്കും താല്പര്യം. ആ ക്രിക്കറ്റ് കളിയോട് ഒരു താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ് ഞാൻ. എന്തുകൊണ്ടോ അങ്ങനെ ആയതാണ്. ഫുട്ബോൾ ചെറുപ്പത്തിലെ നാട്ടിൻപുറത്ത് പന്ത് തട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവേശവും അതിലുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. വോളിബോളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു കളിയാണ്. ഈ രണ്ട് കളിയിലുമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അതിപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. മറ്റ് ഇന്ന ടീം എന്ന നിലയിലോ ഇന്ന കളിക്കാരൻ എന്ന നിലയിലോ ഒരു പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നും സ്വീകരിക്കാറില്ല. നല്ല കളിക്കാരെ എല്ലാ കാലത്തും അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു നിലപാട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഈ മത്സരം എന്നൊക്കെ പറയുമ്പോൾ ചില ടീമുകൾ ഏറ്റവും നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമുകൾ പോലും ചിലപ്പോൾ പരാജയപ്പെടാറുണ്ട്. അതൊക്കെ ഓരോ സന്ദർഭത്തിൽ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ഇന്ന ടീം എന്ന നിലയിലുള്ള ഒരു നിലപാടും ഞാൻ സ്വീകരിച്ചിട്ടില്ല. കളിയോട് താല്പര്യമാണ്. ഫുട്ബോളായാലും വോളിബോളായാലും ഇത് രണ്ടിനോടും വലിയ താല്പര്യം ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ പയ്യന്നൂര് നോക്കുകയാണെങ്കിൽ ഒരുപാട് കായിക താരങ്ങളുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂര്. അപ്പോൾ പയ്യന്നൂര് ശരിക്കും ഒരു സിന്തറ്റിക് സ്റ്റേഡിയം പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. നേരവണ്ണം ഒരു പ്രാക്ടീസ് ചെയ്യാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു പരിമിതികളുണ്ട് പയ്യന്നൂര്. അപ്പോൾ അതിന് എന്തായിരിക്കും സാധിക്കുക? അല്ല, അത് സ്കൂളുകളുമായി ബന്ധപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ ഇവിടെ BRC ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോവുകയുണ്ടായി. അവിടെ പോയപ്പോഴും ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പം അതിന് പയ്യന്നൂരിലെ സ്റ്റേഡിയം വരുന്നതോടെ പരിഹാരം കാണാൻ സാധിക്കും എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നിലച്ചത് എങ്ങനെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇത് പരിഹരിക്കാൻ സാധിക്കും. അതിനിടയിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ തന്നെ ഇങ്ങനൊരു ട്രാക്ക് സംവിധാനം നമുക്ക് ഏർപ്പെടുത്താൻ സാധിക്കില്ലേ എന്ന നിലയിലുള്ള ചില സംശയങ്ങളും ചിലർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതും നമുക്ക് ആലോചിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിലുണ്ട്. ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി ഏതു നിലയിലും ഒരു സിന്തറ്റിക് സ്റ്റേഡിയം പയ്യന്നൂരിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് പയ്യന്നൂരിൽ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പോൾ കുട്ടികൾ ഇവിടെ സബ് ജില്ലാതല മത്സരങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പോയിട്ടാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അതിന് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കണം എന്ന കാര്യത്തിലൊരു തർക്കമില്ല. അപ്പം അതിനുള്ള ഇടപെടൽ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പോൾ അന്ന് ജാഗ്രതേൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായി, പുതിയൊരു രാഷ്ട്രീയ സംഘടന പയ്യന്നൂരിൽ രൂപീകരിക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? ഈ ജാഗ്രത എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞങ്ങൾ ഈ പയ്യന്നൂരിൽ ഈ വിഷയം ഞാൻ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അതിനോട് യോജിക്കുന്ന നിരവധി ആളുകൾ പയ്യന്നൂരിൽ ഉണ്ട്. അപ്പം അത് ശരിയാണ് എന്ന് ബോധ്യമുള്ള ആളുകൾ. അപ്പം അത് പിന്നെ വളർന്ന് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂല നിലപാട് സ്വീകരിച്ച ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കാലം അത്രയും ഒരു ആൾക്കൂട്ടം മാത്രമായിരുന്നു. അപ്പോൾ അതിനൊരു സംഘടനാ രൂപം നൽകണം എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ പലരും മുന്നോട്ട് വെക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംഘടനാ രൂപം വേണം എന്ന ഒരഭിപ്രായം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു യോഗം, ഈ പ്രവർത്തനത്തിലെല്ലാം പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ ഒരു യോഗം ഞങ്ങൾ വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ഒരു സംഘടന രൂപം ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതിന് ജനജാഗ്രത എന്ന പേര് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിപുലമായ കൺവെൻഷനൊക്കെ പിന്നീട് വിളിച്ചു ചേർക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലൊരു സംഘടന രൂപം നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലേ അല്ല, ഇടതുപക്ഷ രാഷ്ട്രീയം അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇടതുപക്ഷം എന്നത് യഥാർത്ഥ
ഇടതുപക്ഷ നിലപാടുമായിട്ടല്ല പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനം സമൂഹത്തിലാകെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന അത്തരമൊരു കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയായി ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ അതിന് സെക്രട്ടറിയും പ്രസിഡൻറ്റും മറ്റു ഭാരവാഹികളും ഒക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഒരു പ്രാദേശികമായ ഒരു സംഘടന ആണോ, അല്ല സംസ്ഥാനത്തൊട്ടാകെ ഇതിന്റെ ഒരു അലയടി ഉണ്ടാവോ? ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള സംഘടനയാണ്. പിന്നീട് അത് വ്യാപിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യങ്ങളെല്ലാം അതാത് സന്ദർഭത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം അത് ആ നിലയിൽ പിന്നീട് ആലോചിക്കും. ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ മണ്ഡലം എന്ന നിലയിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചത് നമ്മുടെ പയ്യന്നൂർ മണ്ഡലം MLA വി കുഞ്ഞികൃഷ്ണൻ അവർകളാണ്. എന്തായാലും ഇത്രയും തിരക്കേറിയ ഒരു ഈ സമയത്തിനിടയിലും നമ്മോട് ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. അതിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കും പ്രേക്ഷകർക്കും എൻ്റെ നന്ദി കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു.